ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വെക്കാൻ പോകുന്നത് കൊഴുവ കൊണ്ടൊരു പീരയാണ്. പീരത്തോരനെന്നും ഒക്കെ പറയും. കൊഴുവ അല്ലെങ്കിൽ ചൂടൻ എന്നാണ് പലയിടത്തും പറയുന്നത്. അപ്പം നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളി വേണം, പിന്നെ ഇഞ്ചി വേണം, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ തേങ്ങ വേണം. തോരനാണ് വെക്കുന്നത്, അപ്പോൾ തേങ്ങ മസ്റ്റാണ് കേട്ടോ. മീൻ പീര എന്നല്ലേ പറയണത് നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പച്ചമുളക് കൊണ്ടല്ല, കാന്താരിയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ തന്നെ പറമ്പിലുണ്ടായ കാന്താരിയാണ്. കാന്താരി വെച്ച് പീര ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇടുക, പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ചുവന്നുള്ളി ഇടുക. ചുവന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള കുറച്ച് കൊത്തി എരിഞ്ഞിട്ടാണ് ഇടാം. പിന്നെ ഇഞ്ചി ഇടുക. ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇത് ചതഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. കറിക്കകത്തോട്ടൊക്കെ കറിയൊക്കെ എടുത്ത് നമ്മൾ കൂട്ടുന്ന സമയത്ത് ആ കറിവേപ്പില സ്വാദും കാര്യങ്ങളും അല്ലെങ്കിൽ മണമാണെങ്കിലും തിളയ്ക്കുന്ന സമയത്ത് നല്ലതാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇടാം. അതിന് ശേഷം നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ചിലയിടത്ത് നമ്മൾ ജീരകം ഇട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ജീരകം ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നില്ല കേട്ടോ. ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ജീരകം ഇടുന്നത്. ഒരു നുള്ളൊക്കെ ഇട്ടാൽ മതി ജീരകം ഇടാനാണെങ്കിൽ. പിന്നെ നമ്മുടെ കാന്താരി കൂടെ ഇടാം. പിന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ഉപ്പ് ഇച്ചിരി ഇടാം. ഉപ്പ് ഇടുന്നതായിരിക്കും നല്ലത് ഏറ്റവും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിലെല്ലാം മിക്സായി പൊക്കോളും ഉപ്പ്. പിന്നെ നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ കൊഴുവ അല്ലെങ്കിൽ ആ ചെറിയ മീൻ മിക്സ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഉപ്പിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഉടയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചെറിയ മീനല്ലേ, അപ്പോൾ അത് നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ തന്നെ അത് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അത് നമ്മുടെ കൈ ചിലപ്പോൾ ദശ തന്നെ നമ്മുടെ കയ്യിലോട്ട് വരുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരിക്കലും പേസ്റ്റ് രൂപത്തിലാക്കരുത്, ചതച്ചേ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൊഴുവ ഇതാണ്. പിന്നെ ചിലയിടങ്ങളിൽ ഈ മീൻ ചൂടൻ എന്നും പറയാറുണ്ട്. അപ്പം ഈ മീനാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ വൃത്തിയാക്കിയ മീൻ ഇച്ചിരിയേറെ മീനുണ്ട്. അപ്പോൾ ഈ മീൻ നമുക്ക് ഈ ചതച്ചെടുത്ത അരപ്പിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അരപ്പിൻ്റെ അകത്തോട്ട് ചേർക്കുമ്പോൾ ഒത്തിരി ഞെക്കി അങ്ങനെ ഇളക്കണമെന്നൊന്നും ഇല്ല. പെയ്യെ ഒന്ന് ഇളക്കി ചേർത്താൽ മതി, അരപ്പ് അതിനോട് ചേർത്താൽ മതി. അപ്പം ഇത് ചേർത്തതിന് ശേഷം ഉപ്പ് ഇപ്പോൾ ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ ഉപ്പ് അരപ്പോട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല എക്സ്ട്രാ. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് ചെറുതായിട്ട് എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ അരപ്പോട് ചേർന്ന് മീനും അരപ്പ് നമ്മൾ ചേർത്തില്ലേ, അപ്പം ഈ കൂട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് വെക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഏകദേശം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1/2 ഗ്ലാസ് അങ്ങനെയല്ല, അതിലും കുറച്ച് വെള്ളം നമ്മൾ ചേർക്കും. പുളിയും കറിവേപ്പിലയും ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം കുറച്ച് വെള്ളം. മീനിൻ്റെ അകത്ത് ഓൾറെഡി ഇച്ചിരി ജലാംശം ഉള്ളതാണ്. അപ്പം അതും കാണാം. ഇതിപ്പം നമുക്കൊരു ഗസ്റ്റ് വന്നപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വന്നതാണ്, അതാണ് അങ്ങനെ തിളയ്ക്കാണ്ടിരിക്കുന്നത്. അപ്പം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് വാങ്ങാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.